ആദ്യം ശ്രീ എം ജയചന്ദ്രൻ, എന്താണ് ADGP നടത്തിയ ദൗത്യം? താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? ADGP RSS കൂടിക്കാഴ്ച CPM-ന് വേണ്ടി, കൃത്യമായി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഡീൽ ഉറപ്പിക്കാനാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ആ കൂടിക്കാഴ്ച എന്തിന് എന്നുള്ളത് സർക്കാരിന്, കേരളത്തിന് മൊത്തം ചോദ്യമാണ്, കേരളത്തിന് മൊത്തം ഉത്കണ്ഠയാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ താങ്കളുടെ മനസ്സിലാക്കൽ എന്താണ്? അല്ല, അതൊരു ഡീലാണ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഒരു ഡീലാണെങ്കിൽ അതിന് വ്യക്തമായ നിലപാടുകളും തീരുമാനങ്ങളും നടപടികളും ഉണ്ടാവണം. അപ്പോൾ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ ഡീലിന്റെ കാര്യത്തിലുള്ളത്? എന്ത് നടപടിയാണ് ഉണ്ടായത്? ഇത്തരം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ബാധ്യസ്ഥനാവണമല്ലോ. ADGP കഴിഞ്ഞ വർഷം മെയ് 22-ന് കണ്ടതിന്റെ റിപ്പോർട്ട് ADGP ഇന്റലിജൻസിന് പോയിട്ടുണ്ട്. അതിൽ പേഴ്സണൽ, ഇൻഫോർമൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞത്. അതിൻ്റെ അകത്ത് ആഭ്യന്തര വകുപ്പിന് ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ അതങ്ങനെയല്ല. അങ്ങനെ പോയിട്ടുള്ളത് നിശ്ചയമായിട്ടും പിണറായി വിജയന് വേണ്ടിയിട്ട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുൻകൂട്ടി ഒരു വർഷം മുൻപേ ഒരു പ്ലാൻ, ഒരു സ്കീം ഉണ്ടാക്കിയതാണ്. ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യായിരുന്നു. എങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ടും വരണം. ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരല്ലോ. രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ആരോപണം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതിന് ഏറ്റവും അർഹതയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇങ്ങനെ ഒരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിന് അതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറയാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. അല്ല, വ്യക്തിപരമായി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് RSSന്റെ ജനറൽ സെക്രട്ടറിയെ പോയി കാണാം. താൻ താമസിക്കുന്ന ഹോട്ടൽ ഹയാത്തിൽ ഔദ്യോഗിക വാഹനം മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം വാഹനത്തിൽ പോകാം. അതിൽ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അതായത് നിലവിൽ സമ്പർക്ക കാര്യവാഹക് ആണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, A. ജയകുമാർ. അദ്ദേഹം ദേശീയ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള വളരെ ഇൻഫ്ലുവൻഷ്യലായ നേതാവാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം എന്നുള്ളത് VIP-കളെ പാർട്ടിയിലേക്ക്, RSSലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യമാണ്. പാർട്ടിയിലേക്കല്ല, RSSലേക്ക് അടുപ്പിക്കുക. അങ്ങനെ ദൗത്യമുള്ള നേതാവുമായി നിരന്തരം ബന്ധപ്പെടുക, റാം മാധവുമായി അദ്ദേഹം ഒത്തുകൂടിക്കാഴ്ച നടത്തുക, പിന്നീട് ഹൊസബളെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹൊസബളയെ കാണാൻ വേണ്ടി ജയകുമാറുമായി ഒത്തുപോവുക, അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ കാര്യം എന്ന നിലപാടിലേക്കാണോ? അതിൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ കൂടിക്കാഴ്ചയുടെ വിവരം മുഖ്യമന്ത്രിയെ അറിയിച്ച ശേഷം മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് അതാകാം എന്നാണോ? ഞാനതാണ് പറഞ്ഞത്. ഈ 16 മാസം മുമ്പ് നടന്ന ഈ സംഭവത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ADGP ദത്താത്രേയയെ കണ്ടു, പിന്നീട് രാംമാധവനെ കണ്ടു എന്നുള്ള വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ ഗവൺമെന്റുമായിട്ട് ഒരു തരത്തിലും കണക്റ്റഡ് അല്ല, ഗവൺമെന്റിന് വേണ്ടി ഏതെങ്കിലും ദൂത് പോയതുമല്ല. ഗവൺമെന്റിന്റെ ദൂതല്ലെങ്കിൽ ആ ഗവൺമെന്റിനെ നയിക്കുന്ന അല്ല, ഞാൻ പറയട്ടെ സ്മൃതി, ബാക്കി ഇപ്പൊ പറയുന്നത്, ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന, ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് ആരോപണം. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, CPIയുടെ പ്രതികരണമാണല്ലോ ഞാൻ തുടക്കത്തിൽ താങ്കളോട് ചോദിച്ചത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യം, അതൃപ്തി ഞങ്ങൾക്കുമുണ്ട് എന്ന് ഇന്ന് പാർട്ടി സെക്രട്ടറിയും പറയുകയാണ്. അപ്പോൾ ഈ അതൃപ്തിയുള്ള പാർട്ടി സെക്രട്ടറി ഇത് അറിഞ്ഞിട്ടും ഇത്രയും മാസം എങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ കാര്യം മുഖ്യമന്ത്രി അറിയുകയാണല്ലോ, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും അതിന്മേൽ മുഖ്യമന്ത്രിക്ക് എന്താണ് ഒരു സംശയവും തോന്നാതിരുന്നത്? പിന്നീട് അങ്ങോട്ട് പ്രധാനപ്പെട്ട ചുമതലകൾ എങ്ങനെയാണ് ADGPക്ക് ലഭിക്കുന്നത്? ശ്രീ ജയേന്ദ്രൻ, അല്ല, ADGP ചുമതല ലഭിക്കുന്നത് ഈ പ്രശ്നം അത് അങ്ങനെ നമ്മൾ ഒരുപാട് വിഷയങ്ങളിലേക്ക് ഇത് വഴിതിരിച്ചു വിടുന്നതിന് പകരം ഈ വിഷയത്തിൽ മാത്രം നിൽക്കും. ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ്. ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അതാത് സർക്കാരിന്റെ നയം അനുസരിക്കാൻ ബാധ്യസ്ഥനാണോ അല്ലയോ? അല്ല, അതല്ലല്ലോ ഞാൻ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടിയല്ല ഞാൻ പറയേണ്ടത്. അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നതും. ഇപ്പൊ ഉന്നയിക്കപ്പെടുന്നത് അദ്ദേഹം തൃശ്ശൂർ ഇലക്ഷന് വേണ്ടി ചെയ്ത നടപടികളാണ് കഴിഞ്ഞ വർഷത്തെ ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണല്ലോ വിമർശനം ഉയരുന്നത്. ആ വിമർശനത്തിനെ സാധൂകരിക്കണമെങ്കിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ മാത്രം മതിയോ? അതാണ് ഞാൻ ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം. എന്റെ ഒന്നാമത്തെ പോയിന്റ് തന്നെ അതാണ്.
അല്ല, അത് മാത്രം അങ്ങനെ മാത്രം ഉന്നയിച്ചാൽ മതിയോ? ശരി, ഞങ്ങൾക്ക് ഉന്നയിക്കേണ്ട കാര്യമുള്ളൂ, ബാക്കി തെളിയിക്കേണ്ടത് ഗവൺമെന്റ് ആണ് എന്നാണെങ്കിൽ ഇവിടുത്തെ ഇലക്ഷനിയറിംഗിന്റെ റിസൾട്ട് എന്തായിരുന്നു? 2019 സുജേന്ദ്രൻ, ഞാൻ പറഞ്ഞത് തൃശ്ശൂരിലേക്ക് മാത്രം ഊന്നേണ്ട, തൃശ്ശൂരിലേക്ക് മാത്രം ഊന്നേണ്ട. ഇത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്നുള്ളത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ്, CPM-ഉമായി ബന്ധപ്പെട്ടാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിന് മറുപടിയുണ്ടോ? ഇനി ഇതിപ്പോൾ സ്വകാര്യ കൂടിക്കാഴ്ചയാണെങ്കിൽ, സ്വകാര്യ കൂടിക്കാഴ്ച എന്ന് തള്ളിക്കളയുകയാണെങ്കിൽ എന്തിനാണ് ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ എന്തിനാണ് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ആ കൂടിക്കാഴ്ച വീണ്ടും ഇദ്ദേഹത്തെ വിളിപ്പിച്ചുകൊണ്ട് 1.5 മണിക്കൂർ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രി? അത് മുഖ്യമന്ത്രിക്കല്ലേ അറിയും. മുഖ്യമന്ത്രി എന്താ ചെയ്തെന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും വിവരം കിട്ടുന്ന ഒരാളല്ല ഞാൻ. മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് അങ്ങനെ കൂടിക്കാഴ്ച നടത്തി എന്താണ് അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരം കിട്ടാൻ പ്രാപ്തനായിട്ടുള്ള ആളല്ല ഞാൻ. അതെനിക്ക് പറയാനും കഴിയില്ല. നമ്മളിപ്പോൾ സംസാരിച്ചു വന്ന വിഷയം അത് തൃശ്ശൂർ പറയണമെങ്കിൽ വേണ്ട, ഓക്കെ, മുഖ്യമന്ത്രിക്ക് വേണ്ടി മറ്റ് നിലപാടുകൾ അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാനാണ് എങ്കിൽ ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് ഇവരുടെ വിട്ടുവീഴ്ച കൊണ്ട് നേട്ടം ഉണ്ടാവേണ്ടത് എന്നുകൂടെ വ്യക്തമാക്കണമല്ലോ. അത് ലാവ്ലിൻ കേസിലാണെങ്കിൽ അത് ചർച്ച ചെയ്യണം. അതല്ല, വീണ വിജയന്റെ കാര്യത്തിലാണെങ്കിൽ അത് ചർച്ച ചെയ്യണം. അത് പച്ചയ്ക്ക് പറയണം. അതിൻ്റെ അകത്ത് എന്ത് തരത്തിലുള്ള നേട്ടമാണ് മുഖ്യമന്ത്രി ഇവരെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ചർച്ച ചെയ്യണം. ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷം തെളിയിക്കണം. അതാണ് താങ്കൾ പറഞ്ഞതിലെ സാരം അല്ലേ? അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷമാണ് അതിന്റെ തെളിവുകൾ കൊണ്ടുവരേണ്ടത്. സ്മൃതിക്കും പറയാം. അല്ല, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോളാം. അല്ല, താങ്കൾക്ക് അറിയേണ്ടത് മാത്രമല്ല, അല്ല, എന്റേത് ചോദ്യങ്ങളാണല്ലോ, താങ്കളോട് മാത്രമല്ല ബാക്കി 3 പേരോടും ഉണ്ട്. Debate with Smriti Parithikad.